പേര് കിട്ടാൻ മാത്രമുള്ള പണിയെടുത്ത ആ ഷെയ്ഖിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഉപദേശത്തിൽ ഫത്ഹുർ റബ്ബാനിൽ പറയാണ്, ഇൻകാന വലാ ബുദ്ദലക മിനത്തൊലബി, നിനക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യം വരുമ്പോ ഫത്ലുബു മിൻഹു, നീ അല്ലാഹുവോട് ചോദിക്ക്. ലാ മിൻ ഖൽഖിഹി, നിന്റെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ ലോകത്ത് ഒരു സൃഷ്ടിക്ക് സാധ്യമല്ല. ഫഇന്ന അഗ്ളബൽ ഖൽഖി ഇലല്ലാഹി തആല മൻ യത്ലുബു ദുനിയാ മിൻ ഖൽഖിഹി ഇസ്തഗീസ ബിഹി ഇലൈഹി. സൃഷ്ടികളോട് പോയി രോഗം മാറാൻ, വിഷമം മാറാൻ, കുട്ടികളെ കിട്ടാൻ ചോദിക്കുന്ന സഹായം തേടുന്നവനോടാണ് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളത്. പറഞ്ഞ യഥാർത്ഥത്തിൽ അദ്ദേഹം പഠിപ്പിച്ചത്. സുഹൃത്തുക്കളെ, കണ്ണൂരുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും റോളുണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ ഈ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ദുരാചാരങ്ങൾ വ്യാപകമാണ്. രണ്ടാം മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു മഹാനാണ് പോലും പുറത്തിയിൽ മക്കാമിലുള്ളത്. ഈ മക്കാമുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്ന് അവിടേക്ക് ആളും പണവും ഉറൂസുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ചാണുയരത്തിൽ ഒരു ഖബറും ഉയർത്താൻ ഇസ്ലാം അനുവദിച്ചു തന്നിട്ടില്ല. അവിടെ എടുപ്പുണ്ടാക്കി ഉയർത്താൻ പറഞ്ഞിട്ടില്ല. ഖബറുകൾ ഉത്സവപ്പറമ്പുകൾ ആക്കരുതേ എന്ന് പ്രാർത്ഥിച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തു ചെയ്യാൻ? ഉറൂസുകളുടെ ഉദ്ഘാടകന്മാർ വരെ തങ്ങന്മാരും സാദാത്യങ്ങളുമായി പോയി. തൊട്ടടുത്ത ഇരുവേരി മക്കാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്കതിന്റെ ചരിത്രം അറിയാമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഖാദി ഹുസൈൻ മദനി എന്നറിയപ്പെടുന്ന ആ ഒരു മനുഷ്യന്റെ പേരിലേക്ക് ചേർത്താണ് അവിടെ ഒരു മക്കാമുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ധർമ്മടത്തേക്ക് കടന്നു വന്നപ്പോ ഹുസൈൻ മദനി ഒരു വെള്ളത്തിലിറങ്ങി കുളിച്ചു. ആ വെള്ളം ഒരു ക്ഷേത്രക്കുളമായിരുന്നു, അമ്പലക്കുളമായിരുന്നു. അവിടുത്തെ അമുസ്ലിമീങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ വെള്ളം അശുദ്ധമാക്കി, ഞങ്ങൾക്കത് നിങ്ങൾ വൃത്തിയാക്കി തരണം. ഉടൻ അദ്ദേഹം ഒരു കല്ലെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ടതോടെ ആ വെള്ളം മുഴുവൻ വറ്റിപ്പോയത്രേ. എന്നിട്ട് ആ കുളത്തിൽ ഇറങ്ങിയിട്ട് ആ കല്ലങ്ങ് പുറത്തെടുത്തപ്പോഴത്തേക്ക് കുളമങ്ങ് നിറഞ്ഞൊഴുകിയത്രേ. എന്നിട്ട് അമ്പലക്കാരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളൊരു സഹായം ചെയ്യണം, എനിക്ക് നാട്ടിലൊരു പള്ളി വേണം, അതിനുള്ള സൗകര്യം ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ പള്ളി ഉണ്ടായത് എന്ന് ആ ചരിത്രത്തിൽ ഇവർ തന്നെയും സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ മരണപ്പെട്ടപ്പോൾ ആ മനുഷ്യന്റെ മഖാമിലേക്ക് ജനങ്ങളെ വിളിച്ചു വരുത്തി, രോഗം മാറണോ, കുട്ടികളെ കിട്ടണോ, അവിടെ പറയുന്നുണ്ട്. അവിടുന്ന് കൊടുക്കുന്ന വെളിച്ചെണ്ണ തേച്ചാൽ, അവിടുത്തെ വെളിച്ചെണ്ണ തേച്ചാൽ തലവേദന മാറുമെന്നാ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കാത്ത അവസ്ഥകൾ. റാത്തീബുകൾ എന്ന പേരിൽ വീടുകളിലേക്ക് കയറി ചെല്ലുക, സലാം പറയലുമില്ല, അനുവാദം ചോദിക്കലില്ല, നേരെ കയറുക, മുട്ടുക, പാടുക, പൈസ മേടിക്കുക, പോകുക. ഷിയാക്കൾ കൊണ്ടു നടക്കുന്ന റാത്തീബിനെ എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ അജണ്ടയായി മാറിയത്? സത്യം തുറന്നു പറയുന്നതിൽ ഒരു പേടിയും കുസലില്ലാതെ ഞാൻ പറയാൻ, ഇത് തനിച്ച ഷിയായിസത്തിന്റെ ബാക്കി പത്രങ്ങളാണ്. ഇത് കൊണ്ട് നടക്കുന്ന ആചാരങ്ങൾ ഏറ്റുപിടിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് നമുക്ക് ആരോ തോന്നിപ്പിച്ചതാണ്. ഇത് ദീനിന് ഘടകവിരുദ്ധമായ പല അവസ്ഥകളിലേക്ക് കടന്നു പോകുന്നതാണ്. ശക്തമായ ഗൗരവമായ സ്വരത്തിൽ ദീന് പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി സത്യത്തിന്റെ വക്താക്കളാവാൻ ജീവിക്കുക. സത്യത്തിന്റെ